നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ നിർമ്മിക്കുന്ന പട്ടികജാതി പാർപ്പിട സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ നിർവഹിച്ചു. വലപ്പാട് പഞ്ചായത്തിലെ 29 വാർഡുകളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എടത്തിരുത്തി സെന്റ് ആൻസ് കോൺവെന്റ് സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക സിസ്റ്റർ മരിയയ്ക്ക് യാത്രയയപ്പും നൽകി. വാർത്തകൾ വിശദമായി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ നിർമ്മിക്കുന്ന പട്ടികജാതി പാർപ്പിട സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ നിർവഹിച്ചു. ഞങ്ങൾ കഴിഞ്ഞുപോയ ഇന്നലകളെക്കുറിച്ച് ജില്ലാ പഞ്ചായത്തിൽ പരിശോധിക്കപ്പെട്ടു. അപ്പോൾ അതിൽ നിന്നും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ 29 അംഗ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിക്ക് ബോധ്യപ്പെട്ടത് ഇതൊരു ഫ്ലോട്ടിംഗ് സംവിധാനം പോലെ ജില്ലാ പഞ്ചായത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. വികേന്ദ്രാസൂത്രണ സംവിധാനത്തിനകത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും അടക്കുന്ന സംവിധാനത്തിൽ ജില്ലാ പഞ്ചായത്ത് സാധാരണക്കാരന് അപ്രാപ്യമായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എങ്ങനെ ഇടപെടാമെന്ന് പറയുന്ന വളരെ തീക്ഷ്ണമായ ചിന്തയുടെ പുറത്താണ് പ്രിയമുള്ളവരെ ഇന്ന് ഇവിടെ നാം നിർമ്മാണോദ്ഘാടനം നടത്തിയ പാർപ്പിട സമുച്ചയം അടക്കമുള്ള പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള പുതിയ ചിന്താധാര ഞങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നത്. വികേന്ദ്ര ആസൂത്രണ സംവിധാനം രാജ്യത്ത് വരുമ്പോൾ അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ബില്ല് രാജ്യത്ത് പാസാക്കിയെടുക്കുമ്പോൾ അതിന്റെ അന്തസത്ത എന്ന് പറയുന്നത് നമുക്കറിയാം. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് വികേന്ദ്ര ആസൂത്രണ സംവിധാനം അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ബില്ല് നമ്മുടെ രാജ്യത്ത് പാസാക്കി വരുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരുസഭകളിലും രാജ്യസഭയിലും ലോക്സഭയിലും പാസാക്കിയതിനു ശേഷം വന്ന് ശ്രീമാൻ AK ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ CT അഹമ്മദിനി കേരളത്തിന്റെ പഞ്ചായത്ത് രാജ് വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് പഞ്ചായത്ത് രാജ് ബില്ലിൽ 142 ഭേദഗതികളിലൂടെ നമ്മൾ പാസാക്കിയെടുക്കുന്നത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാസന്തി തിലകൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR ഹരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രത്ന ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MG ചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ ബുഷ്ര സലീം, KM മധുസൂദനൻ, AK ജമാൽ, KG സുഖ്ദേവ്, PA ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിന്റെ സ്ഥലത്ത് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് പാർപ്പിട സമുച്ചയം നിർമ്മിക്കുന്നത്. SYS കുട്ടമംഗലം ചൂലൂർ യൂണിറ്റ് കൺവെൻഷൻ PP മുസ്തഫ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ഏതൊരു സംഘടനയും അവരുടെ ആദർശം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ പാപ്പരത്വം നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭം ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമയും അതിൻ്റെ കീഴ്ഘടകങ്ങളും വളരെ സ്തുത്യർഹമായ സേവനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചേർന്ന് ആരുടെയും ഒരു ആശ്രയ കേന്ദ്രമായി ആർക്കും തലയുയർത്തി തൻ്റെ ഇടത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സംഘടനയായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ കീഴ്ഘടകങ്ങളും ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളായ ആരിഫീങ്ങളായ സാദാത്തുക്കളായ ആളുകളതിന് തുടക്കം കുറിച്ചു എന്നുള്ളതിൻ്റെ ഒരു സവിശേഷതയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ നമുക്കൊക്കെ അറിയാം വളരെ സങ്കീർണമായ അവസരത്തിലാണ് രൂപം കൊണ്ടത്. SYS കുട്ടമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ബാപ്പു വലപ്പാട് അധ്യക്ഷനായി. PK അബ്ദുറഹ്മാൻ മാസ്റ്റർ, CP അക്ബർ ഹാജി, PA താജുദ്ദീൻ, PY സിദ്ദിഖ്, KH സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. വലപ്പാട് പഞ്ചായത്തിലെ 29 വാർഡുകളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 20ാം വാർഡിൽ മത്സരിക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി MS പ്രസാദാണ് നോമിനേഷൻ നൽകിയത്. 9ാം വാർഡിലേക്ക് KB ബദറുദ്ദീനും നാമനിർദ്ദേശ പത്രിക നൽകി. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി K ദിലീപ് കുമാർ, DCC എക്സിക്യൂട്ടീവ് അംഗം V പ്രഭാകരൻ മാസ്റ്റർ, പാർലമെന്ററി പാർട്ടി നേതാവ് KS സുരേന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് EV ദശരഥൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് TN സുനിൽകുമാർ തുടങ്ങിയവരും പാർട്ടി പ്രവർത്തകരും ചേർന്നാണ് പത്രിക നൽകിയത്. 20ാം വാർഡിലേക്ക് BJPയുടെ സ്ഥാനാർത്ഥിയായി സന്ദിൽ തെക്കിനിയെടുത്ത് നോമിനേഷൻ നൽകി. BJP ജില്ലാ സെക്രട്ടറി സേവ്യൻ പള്ളത്ത്, മണ്ഡലം ട്രഷറർ സജീഷ് കുറ്റിക്കാട്ടിൽ, ജില്ലാ കമ്മിറ്റി അംഗം NK ബീതിഹരൻ, PV ആനന്ദൻ, ജിജു അരയമ്പറമ്പിൽ, റഷ്യൻ നെടിയിരിപ്പിൽ,
എന്നിവരുടെ സാന്നിധ്യത്തിലാണ് നോമിനേഷൻ സമർപ്പിച്ചത്. ഇരു പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ പഞ്ചായത്ത് സെക്രട്ടറി ഫ്രാൻസിസ് സ്വീകരിച്ചു. ജനുവരി 28-നാണ് ഇലക്ഷൻ. 20-ാം വാർഡിലെ മെമ്പറായിരുന്ന മല്ലികാദേവനെ ഇലക്ഷൻ കമ്മീഷൻ അയോഗ്യമാക്കിയതിനാലാണ് 20-ാം വാർഡിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചത്. 9-ാം വാർഡിലെ മെമ്പറായിരുന്ന സലീം കുഴിക്കണ്ടത്തിൽ വിദേശത്ത് ജോലിക്ക് പോയതിനാൽ രാജിവെച്ച ഒഴിവിലേക്കാണ് 9-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത്. വാടാനപ്പള്ളി ഇടശ്ശേരി CSM സെൻട്രൽ സ്കൂളിൽ ഗണിതം, ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ഭാഷാ വിഭാഗങ്ങൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സ്കൂൾ അങ്കണത്തിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു. CSM സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ M. ദിനേശ് ബാബു എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി PK അബ്ദുള്ളക്കുട്ടി, ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, മാനേജർ PK ഹൈദർ അലി, വൈസ് പ്രിൻസിപ്പൽ നദീറ ജാബിർ എന്നിവർ പങ്കെടുത്തു. ചരിത്ര മുഹൂർത്തങ്ങൾ വിളിച്ചോതുന്ന കരകൌശല വസ്തുക്കൾ, ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന റോബോട്ട്, വൈദ്യുതി ലാഭിക്കാൻ സഹായിക്കുന്ന ഇൻഡിക്കേറ്റർ, അഗ്നിപർവ്വതങ്ങൾ, ഡയാലിസിസ് ഉപകരണങ്ങൾ തുടങ്ങിയ നിരവധി വസ്തുക്കളും 1940 കാലഘട്ടത്തിലെ ക്യാമറകളും പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. വാടാനപ്പള്ളി പഞ്ചായത്തിലേക്ക് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ A വിഭാഗം കോൺഗ്രസിലെ ഗിൽസ തിലകൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. CPM-ലെ ലീന രാമനാഥനെ 6-നെതിരെ 11 വോട്ടുകൾ നേടിയാണ് പരാജയപ്പെടുത്തിയത്. UDF മുൻധാരണ പ്രകാരം മുസ്ലിം ലീഗിലെ രജനി കൃഷ്ണാനന്ദ് സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഗിൽസ തിലകൻ 3-ാം വാർഡ് മെമ്പറാണ്. തളിക്കുളം CDPO CS ശൈലജ വരണാധികാരിയായിരുന്നു. വൈസ് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ KM അബ്ദുള്ളയെ തെരഞ്ഞെടുത്തു. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡരികിലെ പരസ്യ ബോർഡുകളും വഴിയോര കച്ചവട സ്ഥാപനങ്ങളും ഒഴിപ്പിച്ചു തുടങ്ങി. തൃപ്രയാർ രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ 10 വർഷക്കാലമായി തട്ടുകടയിൽ ചായ വിറ്റ് ഉപജീവനം നടത്തിയിരുന്ന തൃപ്രയാറ്റ് വീട്ടിൽ കുട്ടന്റെ ചായക്കട പൊളിച്ചു നീക്കി. റോഡരികിലുള്ള പരസ്യ ബോർഡുകളും വിവിധ കടകളും മാറ്റണമെന്ന് കാണിച്ച് 3 മാസം മുൻപ് പൊതുമരാമത്ത് വകുപ്പ് അധികാരികൾ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ സ്വയം നീക്കം ചെയ്യാത്ത സാഹചര്യത്തിലാണ് വകുപ്പ് അധികാരികൾ പോലീസ് സഹായത്തോടെ ചായക്കടയും മറ്റും നീക്കം ചെയ്തത്. ഇനിയൊരു ഇടവേള.